അടുത്ത അറ്റാക്ക് 5140 എന്ന് പറയുന്ന ഫീച്ചറിൻ്റെ മീതേക്കായിരുന്നു. അപ്പോൾ ഈ 5140ൻ്റെ മീതേക്കുള്ള അറ്റാക്ക് ആദ്യം പ്ലാൻ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ 18 ഗഡ്വാൾ റൈഫിൾസിൻ്റെ ആയിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞത് നോർത്തിൽ നിന്ന് ഒന്ന് അറ്റാക്ക് ചെയ്യാനാണ്. പക്ഷേ ആ ബറ്റാലിയൻ കുറച്ചൊരു സ്ലോ ആയിരുന്നു. അപ്പോൾ ആ അറ്റാക്കിന് അപ്പോൾ അത് അവർക്ക് അങ്ങോട്ട് മുന്നോട്ട് ശരിക്കും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ GOC ഒരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നു. 13 JNK റൈഫിൾസ് ആ ബറ്റാലിയന് ടാസ്ക് കൊടുത്തു 5140നെ അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അന്ന് അതിൻ്റെ അന്നത്തെ CEO ഉണ്ടല്ലോ, ആ CEO അത്രയും ഒരു ഉത്സാഹം കാണാതെ പിന്നെ അയാൾക്ക് വയ്യാതെ. അപ്പോൾ അയാൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഇൻഫോർമലി സംസാരിക്കുമ്പോൾ പറഞ്ഞ അന്ന് ആയിരുന്ന മേജർ ജോഷി, അപ്പോൾ YK ജോഷി, അപ്പോൾ ജോഷിയെ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഇൻസിറ്റി പ്രൊമോട്ട് ചെയ്തിട്ട് 13 ജാക്ക് റഫിന് ഈ അറ്റാക്കിന് ചെയ്തു. ആ അറ്റാക്കിൽ ഒരു കമ്പനിയെ ലീഡ് ചെയ്താണ് നമ്മുടെ വിക്രം ബത്ര. ആ ഫീച്ചർ പിടിച്ചെടുത്തപ്പോൾ അന്ന് ബത്രയോട് ചോദിച്ചുവല്ലോ, അതാണ് ആ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ദിൽ മാംഗേ മോർ എന്ന് പറയുന്നത്. വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ഇവിടുന്ന് കമാൻഡർ 56 ഇൻഫൻട്രി ബ്രിഗേഡ് അമർ ഓൾ അദ്ദേഹം ചോദിച്ചു, വിക്രം വാട്ട് എൽസ്, വാട്ട് നെക്സ്റ്റ്? അപ്പോഴാണ് പറഞ്ഞു, സർ ദിൽ മാംഗേ മോർ എന്ന്. ദിൽ മാംഗേ മോർ എന്ന് വെച്ചാൽ ദിൽ എന്ന് വെച്ചാൽ ഹൃദയം, മാംഗേ എന്ന് വെച്ചാൽ ആവശ്യപ്പെടുക, മോർ എന്ന് വെച്ചാൽ അതാണ് അങ്ങനത്തെ ആ ഫെയിം. അപ്പോൾ അത് ഇവരുടെ ഉണ്ട്, കൊക്കോക്കോളയുടെ മറ്റാണെന്ന് തോന്നുന്നു, അതാണോ വെബ്സൈറ്റ് എനിക്കറിയില്ല, അവരുടെ അതുണ്ടല്ലോ. അപ്പോൾ 5140 19-ാം തീയതി നമ്മൾ അതും പിടിച്ചെടുത്തു. അതോടുകൂടിയിട്ട് ടോളലിംഗ് കോംപ്ലക്സ് കഴിഞ്ഞു. ടോളലിംഗ് കോംപ്ലക്സ് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ നമ്മൾ മാർപോളയിലേക്ക് പോയി. മാർപോള റിഡ്ജാണ്. അപ്പോൾ മാർപോള റിഡ്ജിലേക്ക് ആകുമ്പോഴത്തേനും നമ്മൾ ഗൺസൊക്കെ വീണ്ടും റീഡിപ്ലോയ് ചെയ്തു. ഓക്കെ, റീഡിപ്ലോയ് ചെയ്തതിന് ശേഷം അപ്പോൾ ഗൺസ് വീണ്ടും, അപ്പോൾ ഇവിടെ എവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പലയിടത്തും ഈ ഇൻഫൻട്രിയുടെ ഒരു മെഷീൻ ഗണ്ണോ 2 മെഷീൻ ഗൺസോ ആണ് ഈ കംപ്ലീറ്റ്. കാരണം നേരെ റിഡ്ജാണ് വാജിദ്. ഈ പോകുന്ന ഈ റിഡ്ജിലേക്ക് പോകാനായിട്ട് സിംഗിൾ ലൈനിൽ വേണം പോകാനായിട്ട്. ഓരോ ജവാനും പോകുന്നത് 18 മുതൽ 32 കിലോ ഭാരം എടുത്തിട്ടാണ് ഈ പോകുന്നത്. അമ്യുനേഷൻ പരിപാടിയൊക്കെ ഇട്ട് ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും തണുപ്പിൽ ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ വേണം ഇതിൻ്റെ ഇതിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മെഷീൻ ഗൺ കാണും, അല്ലെങ്കിൽ വേറെ അവരുടെ RPG-യുടെ ഒരു ഗ്രൂപ്പ് കാണും. അപ്പോൾ ഇതിനെ പെട്ടെന്ന് ഇൻഫൻട്രിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ആ സമയത്താണ് നമ്മുടെ ബോഫേഴ്സ് ഗണ്ണും ആർട്ടിലറിയും കേട്ടോ. നമുക്ക് ഓർഡർ കിട്ടാൻ നമ്മൾ ഉടനെ ആർട്ടിലറി ഫയർ ചെയ്യും. ബോഫേഴ്സ് ഗൺ അപ്പോൾ നമ്മൾ ഓരോ തവണ റീഡിപ്ലോയ് ചെയ്യുന്നു. ബോഫേഴ്സ് ഗൺ ഡയറക്റ്റ് ഫയറിങ്. അപ്പോൾ ബോഫേഴ്സ് ഗണ്ണിനെ ഡയറക്റ്റ്ലി ഫയറിൽ നമ്മൾ ഫയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് സ്കൂൾ ഓഫ് ആർട്ടിലറിയിൽ. പക്ഷേ യുദ്ധത്തിൽ ഇതിനെ എംപ്ലോയ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയിട്ട് അതുവരെ ഒരു കൺസിഡറേഷൻ ഉണ്ടായിട്ടില്ല. അതിന് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അന്നത്തെ പിന്നീട് മേജറിലായുള്ള ബ്രിഗേഡിയർ ലഖ്വിന്ദർ സിംഗിനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനായിരുന്നു അത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ഇത് കാണുമ്പോൾ അതിൻ്റെ മീതേക്ക് ഫയർ ചെയ്യും, അത് പോകും. അപ്പോൾ അങ്ങനെ അത് മാർപോള റിഡ്ജ് പിടിച്ചെടുത്തു. അപ്പോൾ മാർപോള റിഡ്ജ് പിടിച്ചെടുത്തപ്പോൾ അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കേട്ട് കാണും, ക്യാപ്റ്റൻ കോൺഗ്രൂസ്, കോൺഗ്രൂസ്, നിംബുസാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു ഫീച്ചറിൻ്റെ മീതെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഗാതക് പ്ലാറ്റൂണിൻ്റെ ലീഡറായിരുന്നു മൂപ്പര്. അവിടേക്ക് പോകുമ്പോൾ കയറാൻ പറ്റുന്നില്ല, ഗ്ലേഷ്യേറ്റഡ് ആണ്. അങ്ങനെ ഇദ്ദേഹം ഷൂസ് ഊരിട്ടു. ഈ റിമൂവ് ഷൂസ്, കാരണം ഗ്രിപ്പ് കിട്ടുന്നില്ല. ആ ഷൂസ് അവിടെ നിന്ന് ഊരിട്ടിട്ട് ഇദ്ദേഹം ക്രോൾ ചെയ്തിട്ട് മീതോട്ട് പോയി. മലയുടെ മീത്തേക്ക് കയറി വരുമ്പോൾ ഇവർ കാത്തു നിൽക്കുക പാകിസ്ഥാനികൾ. ഉടനെ തന്നെ കയ്യിൽ നിന്ന് കുക്കറിയെടുത്തു. 2 പേര് അപ്പം തന്നെ ഫിനിഷ് ചെയ്തു. പിന്നെ 2 പേര് വന്നു. ഈ ബറ്റാലിയനത്തെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജവാന്മാരുടെ വായിന്ന് ഞാൻ നേരിട്ട് കേട്ടതാണ്. അതാണ് ഇത്ര കോൺഫിഡൻസോടുകൂടി പറയുന്നത്. പിന്നീട് വന്ന ഒരാളെ ഷൂട്ട് ചെയ്തു. ഓക്കെ, പിന്നെ അപ്പോഴത്തേന് വേറൊരാൾ സൈഡിൽ നിന്നു അവനെ ഒറ്റപ്പിടുത്തം പിടിച്ചു കഴിഞ്ഞു. അത് കഴിയുമ്പോഴത്തേന് പരമതിക്ക് നേരിട്ടൊരു RPG ഷോട്ട്. അതോട് കൂടിയിട്ട് കോൺഗ്രസ് താഴെ വീണു. പക്ഷേ കോൺഗ്രസ് താഴെ വീണപ്പോൾ പട്ടാളക്കാരുണ്ടല്ലോ കൂടെയുള്ള, അവർ പുലിക്കുട്ടികളായിട്ട് മാറി. പിന്നെ അടുത്ത ഒരു 10-15 മിനിറ്റ് നേരം അവിടെ ശരിക്ക് കൈകൊണ്ടുള്ള ഫൈറ്റിംഗ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണ് പിന്നെ ആ പെർട്ടിക്കുലർ ഫീച്ചർ, ബ്ലാക്ക് റോക്ക് എന്നായിരുന്നു ആ ഫീച്ചറിൻ്റെ പേര്, അത് പിടിച്ചെടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഓപ്പറേഷൻ മുന്നോട്ടേക്ക്
പ്രോഗ്രസ് ആയിരുന്നു.